അന്നയ്ക്ക് വണക്കം, നന്ദയ്ക്ക് വണക്കം, ആശാനക്ക് വണക്കം, 18 സിദ്ധറുകൾക്ക് വണക്കം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ചില ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ഒരു ഉജാറുമില്ല, ഒരുമാതിരിയില്ല, പഴങ്കഞ്ഞി ഇങ്ങനെ ഊറ്റി നമ്മൾ വയ്ക്കത്തില്ലേ, അതേപോലെ ഇരിക്കും. ഒരു ഉജാറുമില്ല, ഒരു എന്തോ ഇങ്ങനെ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. ആ ഒരു ലെവലിൽ ഇരിക്കുന്ന ആളാണ്. അതെന്താ കാര്യമെന്നറിയാവോ? ശരീരത്തിൽ സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു സംഗതി കുറയുന്നത് കൊണ്ടാണ്. അപ്പൊ ആ സാധനം കൂട്ടാൻ എന്താ മാർഗം? അത് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇടിച്ച് പൊളിയായിരിക്കും. പിന്നെ ആക്രമണ സ്വഭാവത്തിലേക്ക് മാറും. അതായത് ആക്രമിക്കുമെന്നല്ല പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഉജാറായിരിക്കും. ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാം. അതിന് വയസ്സ് അങ്ങനെ ഒന്നും ഒരു അതിർവരമ്പും ഇവിടെ ഇല്ല, ഒരു പഥ്യവും ഇല്ല. ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ ചില സമയങ്ങളിൽ കാണുമ്പോൾ എന്തോ ഇങ്ങനെ ഗാഠമായിട്ട് മേപ്പോട്ട് നോക്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്താന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയത്തില്ല. ആ ഒരവസ്ഥയിലും ഉണ്ട് ആളുകൾ. അപ്പൊ ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അകാരണമായ ദുഃഖം നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാകാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജോലി തിരക്കുകളിൽ നിന്നാകാം, അതുമല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് ഉള്ള ഒരു ഇതാകാം. അങ്ങനെ പലതരപ്പെട്ട ആ ഒരു മനപ്രയാസം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇത് മനസ്സിൽ നിന്നും തികട്ടി വരിക. അപ്പൊ തികട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ സ്നേഹമുള്ളവരുടെ വേർപാടുകൾ മൂലം മനസ്സിന് സങ്കടം വരിക. അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ആകെപ്പാടെ അത് കിണ്ടി കിളറി അത് അങ്ങ് പുണ്ണാക്കി പിന്നെ അത് ഓപ്പറേഷൻ ചെയ്യത്തക്ക രീതിയിലേക്ക് നമ്മൾ അങ്ങ് മാറ്റിക്കോളും. അപ്പൊ അങ്ങനെ ഒരിക്കലും അങ്ങനെ വരേണ്ട കാര്യമില്ല. അതിന് ചെറിയ ഒരു സിമ്പിൾ പണിയാണ് ഞാൻ പറയുന്നത്. അതായത് എപ്പോഴും ഊർജസ്വലതയോടുകൂടി ഇരിക്കാൻ ഉള്ള ഒരു ചെറു കടുകുമണി വിദ്യയാണ് ഞാൻ പറയുന്നത്. അപ്പോ പറയാമല്ലോ, ശരി. അതായത് മാതളം കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ മാർക്കറ്റിലെല്ലാം കിട്ടും. മുക്കിന് വെച്ചോണ്ടിരിക്കുക മാർക്കറ്റിൽ. മാതളം, ഈ മാതളം നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരെണ്ണം വാങ്ങിച്ചാൽ 2 ദിവസമായിട്ട് അത് കഴിക്കാം. അപ്പൊ ഒരു ടൈം ടേബിൾ ഇടുക, ഒരാഴ്ചയിൽ എത്ര എണ്ണം കഴിക്കണം എന്ന്. ഇപ്പോൾ 2 എണ്ണം വാങ്ങിച്ചാൽ ഒരാഴ്ച കൊണ്ട് അത് കഴിക്കാം. അതേപോലെ ഒരു കുറച്ച് നാള് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാകും, നല്ല ഹാപ്പിയാണ്, നല്ല ഹാപ്പി ആയിരിക്കും മനസ്സിന്. അതേപോലെ ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു മുല്ലപ്പൂവിന്റെ. അത് കുറേ പേര് എനിക്ക് വിളിച്ച് നന്ദിയൊക്കെ പറഞ്ഞു. നല്ല വ്യത്യാസം കിട്ടി, 2 പ്രാവശ്യമേ കഴിച്ചോളൂ, അപ്പൊ തന്നെ നല്ല വ്യത്യാസത്തിലായി എന്നെല്ലാം പറഞ്ഞു. അതേപോലെ മറ്റൊരു സംഗതിയാണ് ഈ പറഞ്ഞ മാതളപ്പഴം. രണ്ടാമത് വാഴപ്പഴം. ഇതും അതേപോലെ തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന ലോകത്തില് പഴവർഗ്ഗങ്ങളിൽ ഉള്ള 2 ഫ്രൂട്ട്സ് ആണ് ഈ 2 സാധനവും. എനിക്കത് കണ്ണുടച്ച് പറയാൻ പറ്റും. ഓക്കെ, അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ അത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് സ്വയം തീരുമാനിച്ച് അത് ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ കഴിച്ച് മുമ്പോട്ട് പോകാൻ നോക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരാം. താങ്ക് യു.